Divisional Accountant Officer, Important One-Word Question, Part 5, Subpart 3. Trading and Profit and Loss Account and Balance Sheet. അതിൽ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 116ാമത്തെ ക്വസ്റ്റ്യൻ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടു അക്കൗണ്ട്സ്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് രണ്ട് അക്കൗണ്ടുകളുടെ കോമ്പിനേഷൻ ആണെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് അക്കൗണ്ടുകൾ? ഒന്ന്, ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് അസർട്ടൈൻ ഫോർ ഗ്രോസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് അസർട്ടൈൻ ഫോർ നെറ്റ് പ്രോഫിറ്റ്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്? ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കാൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ടു അസർട്ടൈൻ ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 117. ട്രേഡിംഗ് അക്കൗണ്ട് അസർട്ടൈൻ ദ റിസൾട്ട് ഫ്രം ബേസിക് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. ദ ബേസിക് ഓപ്പറേഷണൽ ആക്ടിവിറ്റി ഇൻവോൾവ്സ്. അപ്പം നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫാക്ടറി ബേസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് ട്രേഡിങ്. അപ്പം അത് എന്താ, സം ബേസിക് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അക്കൗണ്ടുകളാണ്. അപ്പം എന്താണ് ആ ബേസിക് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ്? മാനുഫാക്ചറിങ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്. Manufacturing, purchasing and selling are the basic operational activities in trading account. Next 118. For what purpose trading account is prepared? എന്തിനാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? It is prepared to ascertain either the selling of goods or rendering of services to the customer have proved profitable to the business or not. അപ്പം നമ്മൾ ഫേം ഒരു കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സിനോ സർവീസസിനോ പ്രോഫിറ്റബിൾ ആണോ, ബിസിനസ്സിന് അത് പ്രോഫിറ്റബിൾ ആണോ എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൽ മെയിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസ് ആണ്. അവിടെ നമ്മൾ ഫേമിന് പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കൂടെ വേണ്ടിയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ദ പർപ്പസ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ടു കാൽക്കുലേറ്റ് എന്താണ്, പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ബിസിനസ് ഓഫ് ദി ബിസിനസ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡിലാണ്. ഇറ്റ് ആൾസോ ഹെൽപ്സ് ദ ബിസിനസ് ടു അനലൈസ് ദ കോസ്റ്റ്, സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താ വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നമുക്ക് എന്തൊക്കെ ഒരു ഗുഡ്സ് സോൾഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കോസ്റ്റ് ആയിട്ടുണ്ട്. ദ ഡയറക്റ്റ് എക്സ്പെൻസസ്, പർച്ചേസ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ്. ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 119. വാട്ട് ആർ ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സ്പെൻസസ്? അപ്പോൾ എക്സ്പെൻസസിന് മെയിനായിട്ട് വരുന്ന എന്തൊക്കെയാണ്? പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസസും ഒക്കെ നമ്മൾ ട്രേഡിങ്ങിൽ എടുക്കുന്നു, ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ എക്സ്പെൻസസ് ആണ് ഒരു ഫേമിൽ ഉണ്ടാവുന്നത്? പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. നെക്സ്റ്റ് 120. ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് മീൻസ് all expenses are directly connected with the manufacturer, purchaser of goods and bring them to the point of sale. അപ്പം നമുക്കൊരു ഫേമിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫേമിൻ്റെ മാനുഫാക്ചറിങ് സമയത്തോ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സെയിൽസിലോ ഉണ്ടാവുന്ന ടൈമിലെ എക്സ്പെൻസസുകളെ എല്ലാം വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മൾ എവിടെയാണ് എടുക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എടുക്കുന്നത്. അപ്പം ഡയറക്റ്റ് എക്സ്പെൻസസ് മീൻസ് ഓൾ എക്സ്പെൻസസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് മാനുഫാക്ചറിങ്, പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് ബ്രിങ് ദം ഇൻ ടു പോയിന്റ് ഓഫ് സെയിൽസ്. നെക്സ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻക്ലൂഡ്സ് ക്യാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ് ഇൻവേർഡ്, വേജസ്, ഫാക്ടറി ലൈറ്റിംഗ്, കോൾ, വാട്ടർ ആൻഡ് ഫ്യൂവൽ, റോയാലിറ്റി ഓൺ പ്രൊഡക്ഷൻ എക്സെട്ര. അപ്പം നമ്മൾ ഇത്രയും ഐറ്റംസ് എന്തിൽ വരുന്നുണ്ട്? ഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുന്നുണ്ട്. ക്യാരേജ് ഇൻവേർഡ് നമുക്കറിയാം, ചുമട്ട് കൂലി എന്നൊക്കെ പറയുന്നതാണ്. ഫ്രൈറ്റ് നമുക്കറിയാം, ട്രാൻസ്പോർട്ടേഷനാണ്. നമ്മുടെ ഫേമിലേക്ക് ഇങ്ങോട്ട് നമുക്ക് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്ത് വെച്ച് നമ്മളത് ട്രാൻസ്പോർട്ടേഷൻ, എന്തെങ്കിലും ഒരു വണ്ടി വിളിച്ചൊക്കെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിന് കൊടുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ് ഫ്രൈറ്റ് ഇൻവേർഡ്. വേജസ് അറിയാം, ഫാക്ടറി ലൈറ്റിംഗ്, കോൾ, വാട്ടർ, ഫ്യൂവൽ, റോയാലിറ്റി നമ്മൾ നേരത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഒരു പേറ്റൻറ്റ് പോലെയൊക്കെ കൊടുക്കുന്ന ഒരു എമൗണ്ടാണ്
അത് സാധാരണ റൈറ്റേഴ്സിനൊക്കെ നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. റൈറ്റർക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതിൻ്റെ ഓണർ റൈറ്ററും പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്ന കമ്പനി യൂസറും എന്നൊക്കെ പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട് റോയാലിറ്റിയുടെ ബേസിസിൽ. റോയാലിറ്റി എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതെല്ലാം പ്രൊഡക്ഷന് വേണ്ടി എടുക്കുന്ന എക്സ്പെൻസസുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. 122ാമത്തെ ക്വസ്റ്റ്യൻ, ദ എക്സസ് ഓഫ് സെയിൽസ് ഓവർ പർച്ചേസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് കോൾഡ്. അപ്പം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് എന്തൊക്കെ ആവാം എന്ന് പറഞ്ഞു, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസസിനേക്കാളും സെയിൽസ് കൂടി നിന്നാൽ ദ എക്സസ് ഓഫ് സെയിൽസ് ഓവർ പർച്ചേസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്, പർച്ചേസിനേക്കാളും ഡയറക്റ്റ് എക്സ്പെൻസസിനേക്കാളും സെയിൽസ് കൂടി നിന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് 122. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് എന്തൊക്കെയാണ്, സെയിൽസ് മൈനസ് പർച്ചേസിൻ്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ ആഡ് ചെയ്യണം. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ സെയിൽസ് മൈനസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പം എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും സെയിൽസിൽ നിന്ന് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പം നമുക്ക് ആ ടി ഷേപ്പിൽ നമുക്കറിയാം റൈറ്റ് സൈഡിലാണ് സെയിൽസ് വരുന്നത്. അപ്പോൾ സെയിൽസ് അവിടെ ഉണ്ട്, ഒരു എമൗണ്ട് ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറേ ഡയറക്റ്റ് എക്സ്പെൻസസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സെയിൽസിൽ നിന്നും ഈ ഡയറക്റ്റ് എക്സ്പെൻസസുകളെല്ലാം കുറയ്ക്കുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 123, ഇഫ് ദ എമൗണ്ട് ഓഫ് പർച്ചേസ് ഇൻക്ലൂഡിങ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് സെയിൽ ഈസ് നോൺ ആസ് ഡാഷ്. അപ്പം തിരിച്ച് പറയാണ്. അപ്പം നമുക്ക് എന്താണ്, എക്സ്പെൻസസ് എല്ലാം കൂടി ഇൻകം കുറയുവാണെന്നുണ്ടെങ്കിൽ, സെയിൽസ് കുറയുവാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്, ഗ്രോസ് ലോസ് എന്നാണ്. അവിടെ സെയിൽസ് കുറവാണ്, എക്സ്പെൻസസ് എമൗണ്ട് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസസ് എമൗണ്ട് ആണ്, എക്സ്പെൻസസും പർച്ചേസും ആണ് കൂടി നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഫേം എന്താണ്, ഗ്രോസ് ലോസിലാണ് പോകുന്നത്. നെക്സ്റ്റ് 124ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ട്രാൻസ്ഫേർഡ് ടു. അപ്പം ഒരു റിസൾട്ട് ഉണ്ടായി, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ 2 റിസൾട്ടാണ് ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും. ആ റിസൾട്ട് നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 125, ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് വന്നു, ട്രേഡിംഗ് അക്കൗണ്ട് തീർന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം നമ്മൾ ഏത് സൈഡിലാണ് കാണിക്കുന്നത്, ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലല്ലേ കാണിച്ചത്, അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. 126, ഓൾ റെവന്യൂസ് ആൻഡ് ഗെയിൻസ് അതർ ദാൻ സെയിൽസ് ആർ ട്രാൻസ്ഫേർഡ് ടു ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ്, അതായത് റൈറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഒരു ഫേമിൻ്റെ റവന്യൂ ഗെയിനും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ഗെയിനും ആണ് നമ്മൾ എവിടെ കാണിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. റൈറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് മീൻസ് റൈറ്റ് സൈഡ്. 127, if the total of the credit side of the profit and loss account is more than the total of the debit side, the difference is dash for the period which is being prepared. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ പറയുന്നത്, ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡാണ്, ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻകവും റവന്യൂ ആൻഡ് ഗെയിൻസ് കൂടി നിൽക്കുകയും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റിസൾട്ടിനെ വിളിക്കുന്ന പേരെന്താണ്, നെറ്റ് പ്രോഫിറ്റ് എന്നാണ്. കാരണം നമുക്ക് അവിടെ റവന്യൂവും ഗെയിനും ഒക്കെ കൂടി നിൽക്കുന്നു, എക്സ്പെൻസസ് ഒക്കെ കുറവാണ്. സോ റിസൾട്ട് ഈസ് കോൾഡ് നെറ്റ് പ്രോഫിറ്റ്. നെക്സ്റ്റ് 128, ഇഫ് ദ ടോട്ടൽ ഓഫ് ദി ഡെബിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദ ടോട്ടൽ ഓഫ് ദ ക്രെഡിറ്റ് സൈഡ്, ദ ഡിഫറൻസ് ഈസ് ഡാഷ് ഇൻകേർഡ് ബൈ ദ ബിസിനസ് ഫേം. തിരിച്ച് പറയുക, അപ്പം നമുക്ക് എക്സ്പെൻസസ് ഒക്കെ കൂടുതലാണ്, ഇൻകം കുറവാണ്, റവന്യൂവും ഗെയിനും ഒക്കെ കുറവാണ്, എക്സ്പെൻസസ് കൂടുവാണ്. അതിൻ്റെ റിസൾട്ട് അപ്പോൾ എന്തായിരിക്കും, നെറ്റ് ലോസ് ആയിരിക്കും ബിസിനസ് ഫേമിനുണ്ടാവുന്നത്. 129, നമുക്ക് ഈ നെറ്റ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷനാണ്. നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് അതർ ഇൻകംസ് മൈനസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടി, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അതിൻ്റെ കൂടെ പ്ലസ് അതർ ഇൻകംസ്, നമുക്ക് അതർ ഇൻകംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം, കമ്മീഷൻ റിസീവ് ആവാം, കമ്മീഷൻ റിസീവ്ഡ്, സാലറി റിസീവ്ഡ്, ഇതൊക്കെ നമുക്ക് എന്താണ്, അതർ ഇൻകം ആണ്. അപ്പം
ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി, ഡിസ്കൗണ്ട് ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്നതെല്ലാം, റെൻറ്റ് റിസീവ്ഡ്, ഇതെല്ലാം നമുക്ക് അതർ ഇൻകത്തിൽ വരുന്നതാണ്. ഇതെല്ലാം എന്തിൻ്റെ കൂടെ, ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അങ്ങ് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് അതർ ഇൻകം മൈനസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. നെക്സ്റ്റ് 130, നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു, എവിടോട്ടാണ് നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞു, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട്. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റലിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ ബാലൻസ് ഷീറ്റിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 131, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ EBIT, ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നാണ് EBITയുടെ ഫുൾ ഫോം. EBIT എന്ന് പറയുന്നത് ഓപ്പറേഷണൽ പ്രോഫിറ്റിൻ്റെ വേറൊരു പേരാണ് EBIT. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പം നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂട്ടി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പം നമുക്കൊരു ഓർഗനൈസേഷൻ്റെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്താണെന്ന് നോക്കാം. അപ്പം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് കോസ്റ്റ് ദാറ്റ് ഈസ് നോട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു എ കമ്പനി, കമ്പനിയുടെ ഓപ്പറേഷൻസിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആവാത്ത എക്സ്പെൻസസുകളെയാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റീകൺസ്ട്രക്ഷൻ കോസ്റ്റ്, അതൊക്കെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. റീകൺസ്ട്രക്ഷൻ കോസ്റ്റ് അതൊരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. പിന്നെന്താണ്, ലോസ് ഓഫ് എന്തെങ്കിലും ഒരു അസറ്റിൽ ഉണ്ടാവുന്ന ലോസ്, എന്താണ്, ഇപ്പോൾ ഒരു ഡിപ്രീസിയേഷൻ പോലെ എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടാവുകയാണ്, അതൊരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. പിന്നെന്താണ്, ഇൻവെൻ്ററി റിട്ടേൺ ഓഫ്, ചില ഇൻവെൻ്ററീസ് സ്റ്റോക്കുകൾ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയും, അതൊക്കെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിന് എക്സാമ്പിൾസ് ആണ്. അപ്പം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്താണ്, നോട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ബിസിനസ് വർക്ക്. അടുത്ത നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്താണെന്ന് നോക്കാം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് വെച്ചാൽ ഇൻകം ഫ്രം ഔട്ട്സൈഡ് ദ കമ്പനി, നമുക്ക് കമ്പനിയുടെ പുറത്ത് നിന്ന് വരുന്ന എന്താണ് ഇൻകംസ് ആണ്. ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് ഗെയിൻ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ കമ്പനി പുറത്ത് ഏതെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്തിട്ടുണ്ടായിരിക്കും, പിന്നെ കറൻസി എക്സ്ചേഞ്ച് പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പം ഒരു കമ്പനി കറൻസി എക്സ്ചേഞ്ച് ചെയ്തു, അപ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇൻകംസുകളൊക്കെയാണ് എന്താണ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂട്ടി എന്താണ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയ്ക്കണം, ഔട്ട്സൈഡ് ഇൻകംസ് എല്ലാം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഇക്വേഷൻ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. നെക്സ്റ്റ് 132, ഇഫ് ദർ ഈസ് നോ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് സ്റ്റോക്ക് ദ ടോട്ടൽ പർച്ചേസ് ആൻഡ് ഡയറക്റ്റ് പർച്ചേസ് ഈസ് ടേക്കൺ ആസ്. അപ്പം നമുക്കിവിടെ എന്തില്ല, ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ പർച്ചേസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് എങ്ങനെ എടുക്കും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് എടുക്കും. നമുക്ക് ഒരു വർഷത്തെ ബിഗിനിങ്ങിൽ വരുന്നതാണ് എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആ വർഷത്തെ ബിഗിനിങ്ങിൽ വരുന്ന, ആ ബിഗിനിങ്ങിൽ വരണമെങ്കിൽ അത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അവിടെ എടുക്കുന്നത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എടുക്കുന്നത്. ടോട്ടൽ പർച്ചേസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തായിട്ട് എടുക്കും, ടോട്ടൽ പർച്ചേസും ടോട്ടൽ സ്റ്റോക്ക് ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസസും, ടോട്ടൽ പർച്ചേസും ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസസും നമ്മൾ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സോൾഡ് ചെയ്യാനുള്ള കോസ്റ്റ് ആയിട്ട് എടുക്കും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് എടുക്കും നമ്മൾ. നെക്സ്റ്റ് 132ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഇറ്റ് ഈസ് കോൾഡ് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാലൻസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ദാറ്റ് ഹാവ് നോട്ട് ബീൻ ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ആർ ടു ബി ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഓപ്പണിംഗ് എൻട്രി മെയ്ഡ് ഇൻ ദ ജേണൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി നെക്സ്റ്റ് ഇയർ. അപ്പം നമുക്കറിയാം ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്,
ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ബാലൻസസും പിന്നെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ കാണും. ഇതെല്ലാം ചേർത്ത് എന്താണ് ആ ഒരു ഇയറിൽ നിന്ന് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓപ്പണിംഗ് എൻട്രീസ്. നമ്മൾ ജേണൽ എൻട്രിയിൽ ഓപ്പണിംഗ് എൻട്രീസ് ഇട്ടിട്ട് നമ്മൾ പറഞ്ഞു ഓപ്പണിംഗ് എൻട്രീസ് ഇടുന്നത് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻട്രി ഒക്കെ വരുന്നത് എങ്ങനെയാണെന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും. അങ്ങനെ എൻട്രി എല്ലാം വെച്ച് ജേണൽ എൻട്രി എല്ലാം വെച്ച് ഒരു പുതിയ വർഷത്തേക്ക് തുടങ്ങുന്ന അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി നെക്സ്റ്റ് ഇയർ പുതിയ വർഷത്തേക്ക് തുടങ്ങാൻ വേണ്ടി എടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമുക്ക് എന്താണ് തരുന്നത്? ഒരു സ്നാപ്ഷോട്ട് ഓഫ് കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ ഗീവൺ പോയിന്റ് ഓഫ് ടൈമിലേക്ക് ഒരു സ്നാപ്ഷോട്ട് പോലെ നമുക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് 133 ദ ഫോർമാറ്റ് ആൻഡ് ഓർഡർ ഓഫ് ബാലൻസ് ഷീറ്റ് ഈസ് ഷെഡ്യൂൾഡ് ഇൻ. അപ്പം ഒരു ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റും ഓർഡറും എവിടെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? ഏത് പാർട്ടിലാണ് അല്ലെങ്കിൽ ഏത് ഷെഡ്യൂളിലാണ്? ഷെഡ്യൂൾ 3 പാർട്ട് 1 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 നമ്മുടെ ഒരു ഫോർമാറ്റ് പറഞ്ഞേക്കുന്നത്, ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 3 എന്താണ് പറയുന്നത്? കമ്പനീസ് ആക്ട് 2013 ആണ്, 2013. അപ്പം കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 3 സ്പെസിഫൈ ദ ജനറൽ ഇൻസ്ട്രക്ഷൻ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞേക്കുന്ന പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 1ഉം ഷെഡ്യൂൾ ചോദിച്ചു കഴിഞ്ഞാൽ ഷെഡ്യൂൾ 3യിലുമാണ്. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ഏത് ഷെഡ്യൂളിലും പാർട്ടിലുമാണ്. ഷെഡ്യൂൾ 3 പാർട്ട് 1. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ ജനറൽ ഇൻസ്ട്രക്ഷൻ ഫോർ പ്രിപ്പയറിംഗ് ദ ബാലൻസ് ഷീറ്റ് ആണ്, ഫോർമാറ്റ് ആണ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 134 ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ഹാസ്. ബാലൻസ് ഷീറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ്? ലെഫ്റ്റ് സൈഡിൽ അക്കൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ലൈബിലിറ്റി നോൺ ആസ് ലൈബിലിറ്റീസ്. ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസ് ഒക്കെ നമ്മൾ എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു T ഷേപ്പ് ഫോർമാറ്റിൽ എഴുതുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡ് ലൈബിലിറ്റി സൈഡും റൈറ്റ് സൈഡ് അസറ്റ് സൈഡുമാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ക്യാപിറ്റലും എന്താണ് ലൈബിലിറ്റീസും ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് 135 ദ റൈറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ഹാസ്. ബാലൻസ് ഷീറ്റിന്റെ റൈറ്റ് സൈഡിൽ എന്താണ്? അസറ്റ് ആൻഡ് അതർ ഡെബിറ്റ് ബാലൻസസ് നോൺ ആസ് ഡെബിറ്റ് അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? റൈറ്റ് സൈഡ് അസറ്റ് സൈഡാണ്. അസറ്റുകളും ഡെബിറ്റ് ബാലൻസസും അതർ ഡെബിറ്റ്, ഇപ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള അതർ ഡെബിറ്റ് ബാലൻസസ് ഏത് സൈഡിലാണ് കാണിക്കുന്നത്? അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. നമുക്കൊരു ബാലൻസ് ഷീറ്റിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്ന് നമുക്കൊരു പിക്ചർ ഫോർമാറ്റിൽ നോക്കുകയാണെങ്കിൽ അസറ്റ് ലൈബിലിറ്റി സൈഡ് ലെഫ്റ്റ് സൈഡിൽ ലൈബിലിറ്റീസ്. ഇപ്പം നമ്മൾ ബാലൻസ് ഷീറ്റ് ഓഫ് ഡാഷ് ആറ്റ് ഡാഷ്. അപ്പം നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലാണ് നമ്മൾ മാർച്ച് മാസമൊക്കെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ലൈബിലിറ്റി സൈഡിൽ നമുക്ക് എന്തൊക്കെയാണ് വരേണ്ടത്? ലൈബിലിറ്റി സൈഡിൽ ആദ്യം ക്യാപിറ്റൽ എഴുതും. ക്യാപിറ്റൽ എഴുതിയിട്ട് ക്യാപിറ്റലിന്റെ ഇന്നർ കോളത്തിൽ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെന്താണ് ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാൻ കാണും, നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യാൻ കാണും. ഈ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം ലൈബിലിറ്റി സൈഡിൽ ഫസ്റ്റ് ഐറ്റം ക്യാപിറ്റലാണ്. ക്യാപിറ്റലിന്റെ കൂടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് എഴുതുക, അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, നെറ്റ് ലോസ് ആണെങ്കിൽ കുറയ്ക്കുക. ഇത് രണ്ടും ചെയ്തതിന് ശേഷം രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അത് ചെയ്തതിന് ശേഷം ആ എമൗണ്ട് ഔട്ടർ കോളത്തിൽ കാണിക്കുക. പിന്നെ ഇതിൻ്റെ അടുത്ത് ഡ്രോയിങ്സ് ഉണ്ടെങ്കിലോ ഒരു ഡ്രോയിങ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊപ്പറേറ്റർ ബിസിനസ്സിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ആണ് ഡ്രോയിങ്സ്. അതും നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം. ആ എമൗണ്ട് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് ആണ് എവിടെ കാണിക്കുന്നത്? നമ്മുടെ ഔട്ടർ കോളത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ കിട്ടി. അത് കഴിഞ്ഞ് ലോങ് ടേം ലൈബിലിറ്റീസ് എഴുതി, ലോൺ എഴുതി. പിന്നെന്താ? ലോങ് ടേം ലൈബിലിറ്റീസ്, ഷോർട്ട് ടേം ലൈബിലിറ്റീസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക്
ഓവർ ഡ്രാഫ്റ്റ്. അപ്പം നമ്മൾ ഇതെന്ന് വെച്ചാൽ ഒരു എന്ത് ബേസിസിലാണ് ഇത് പോകുന്നത് നമുക്കറിയാം. ഇത് പെർഫോമൻസ് ബേസിസിലാണ് പോണത്, ലിക്വിഡിറ്റി ബേസിസിലല്ല. നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 മെത്തേഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ലിക്വിഡിറ്റി ഫോർമാറ്റിൽ, ലിക്വിഡിറ്റി മെത്തേഡിലും പെർഫോമൻസസിൻ്റെ മെത്തേഡിലും. ഇപ്പം ഇവിടെ കൊടുത്തേക്കുന്നത് നമുക്ക് അത് കാണുമ്പോൾ അറിയാം ലിക്വിഡിറ്റി ആണോ, അല്ല, താഴെയാണ് ലിക്വിഡിറ്റി ആയിട്ട് വരുന്നതെല്ലാം വരുന്നത്. ഇവിടെ ആദ്യമേ വലിയ വലിയ കാര്യങ്ങളാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് പെർഫോമൻസ് ബേസിസിലാണ് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റൽ എഴുതി, പിന്നെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു, ലോങ് ടേം ലയബിലിറ്റി എഴുതി, ഷോർട്ട് ടേം ലയബിലിറ്റി എഴുതി, സൺട്രി ക്രെഡിറ്റേഴ്സ് എഴുതി, ബിൽസ് പേബിൾ എഴുതി, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എഴുതി. ഇനി നമുക്ക് അടുത്ത അസറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് എഴുതിയേക്കുന്നത്? അസറ്റ് സൈഡ് നമ്മൾ പഠിച്ചു. ഡെബിറ്റ് ബാലൻസ് വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഫർണിച്ചർ, ക്യാഷ്, ബാങ്ക്, ഗുഡ്വിൽ, സൺട്രി ഡെറ്റേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇതും നമുക്കറിയാം. അത് നമ്മൾ ഒരു എന്ത് ബേസിസിലാണ് പോണത്? പെർഫോമൻസിൻ്റെയാണ്. ഫിക്സഡ് അസറ്റുകളൊക്കെയാണ് ആദ്യം കൊടുത്തേക്കുന്നത്. അവസാനം നമ്മൾ ഫിക്സഡ് അസറ്റ് ഐറ്റംസ് എല്ലാം ആദ്യം എഴുതി. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗുഡ്വിൽ വരാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരാം, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചേഴ്സ്, ഇതൊക്കെ ഫിക്സഡ് അസറ്റ് ആണ്. അത് കഴിഞ്ഞ് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് വരാം. അസറ്റ് ആണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ്. കറണ്ട് അസറ്റുകൾ ഏതൊക്കെ വരും? ക്ലോസിംഗ് സ്റ്റോക്ക്, അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഡയറക്റ്റ് സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. ഇതൊക്കെ എന്താണ്? കറണ്ട് അസറ്റുകളാണ്, ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് തന്നെ കറണ്ട് അസറ്റുകളുമാണ്. അപ്പം ഇത് ഇത്രയും ഐറ്റംസ് ആണ് അസറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഫോർമാറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുമ്പം എപ്പോഴും ഒരു ലിക്വിഡിറ്റി ബേസിലാണ് നമ്മൾ പൊതുവെ പഠിക്കുന്നത്. പിന്നെ ഓരോ കമ്പനി ബേസ് ചെയ്ത് ലിക്വിഡിറ്റി ഫോർമാറ്റിലും പെർഫോമൻസിൻ്റെ ഫോർമാറ്റിലും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ട് ഈ 2 ഐറ്റംസ്, ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്, അസറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് പഠിക്കേണ്ടത്. നമുക്ക് ക്യാപിറ്റൽ എപ്പോഴും നമുക്ക് ലയബിലിറ്റിയാണ്, അതിൽ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. വിഡ്രോയിങ്സ് വന്നാലും ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ബാലൻസ് ഷീറ്റിലുള്ളത്. താങ്ക് യു.